മാഡം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? കാശ് തന്നിട്ട് പട്ടി നടക്കും പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടുന്ന അവസ്ഥയെ. എഗ്രിമെന്റ് തെറ്റിക്കില്ല എന്ന് നീ എനിക്ക് വാക്കം തന്നതാ. പക്ഷേ നിന്നെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എത്ര പേരുടെ കാല് പിടിക്കണം? ഞാൻ നിന്നെ വിളിച്ചായിരുന്നു, പക്ഷേ ഫോൺ എടുത്തത് അഖില. ദൈവമേ, കാര്യം എന്താ മാഡം? വിസ്മയ്ക്ക് ഒരു സിനിമയിൽ പാടാനുള്ള അവസരം കിട്ടി. കരാറിൽ ഒപ്പും വെച്ചു. വിസ്മയുടെ ഭാഗ്യോ. ആ കാര്യം പറയാനാ ഞാൻ നിന്നെ തേടി ഇങ്ങോട്ട് വന്നത്. അഖിൽ സാറിന്റെയും ഈ വീട്ടുകാരുടെയും ഒക്കെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെയാ വരുന്നത് മാഡം? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് മേടിച്ച് എഗ്രിമെന്റിൽ ഒപ്പും വെക്കുമ്പോ ഇതൊക്കെ ഓർക്കണമായിരുന്നു. മാഡം, സ്റ്റുഡിയോയിൽ വന്ന് ലൈവായിട്ട് പാടുക എന്നൊക്കെ വെച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല. നീ അങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി. അടുത്ത ആഴ്ച റെക്കോർഡിങ്. കൃത്യസമയത്ത് ഞാൻ ഇറങ്ങും. അപ്പൊ തന്നെ നീ വന്നേക്കണം. എന്റെ കൃഷ്ണ, എടി, അവരൊന്നും വലിയ പുണ്യാളന്മാരൊന്നും അല്ല. നീ അവരെ തന്ത്രപൂർവ്വം പറ്റിക്കണം. എന്നാലേ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റൂ. മാഡം, എനിക്ക് ചതിയും വഞ്ചനയൊന്നും അറിയില്ല. ഞാനത് ചെയ്യില്ല. നീ എത്ര പരിശുദ്ധിയായാലും എനിക്കൊന്നുമില്ല. ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. അത് തെറ്റിക്കരുത്. എനിക്കത്രേ ഉള്ളൂ. ദേ, ഞാൻ വിളിക്കും. അപ്പൊ അങ്ങ് വന്നേക്കണം. മാഡം, ശ്യാമേ, എന്താ സർ? താൻ ഇവിടെ വന്നു നിന്ന് സാരി ഉണക്കായിരുന്നോ? മഴവില്ലിനിടയിൽ നിൽക്കുന്ന പോലുണ്ട്. 7 നിറങ്ങൾക്കിടയിൽ എന്റെ ശ്യാമ. വാടോ, ഇറങ്ങി വാ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് അഖിൽ സാറിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ലേ? പറ്റില്ല. പിരിഞ്ഞിരുന്ന സമയത്തെ കുറേയേറെ സ്നേഹം എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ തരാനുമുണ്ട്. ആ കടങ്ങള് അന്യോന്യം വീട്ടിയേ പറ്റൂ. താൻ ചിരിക്കൊന്നും വേണ്ട. സത്യോടോ ശ്യാമേ, താൻ വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് ശക്തി എന്റെ ശ്യാമയാ. താനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് തന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് രാത്രി അരവിന്ദേട്ടന്റെ കൂട്ടുകാര് ആ അറ്റാക്ക് നടന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ എന്നെ ചെറുതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. ആ കാര്യം വെച്ച് എല്ലാവരും നമ്മൾ അകറ്റാൻ നോക്കിയപ്പോഴും ഞാൻ എന്റെ ശ്യാമയെ 1% പോലും സംശയിച്ചിട്ടില്ല. താൻ എന്നെ തേടി വരുമെന്ന് കരുതി ഫോൺ ചെയ്തിട്ട് പോലും താൻ എടുക്കാതെ വന്നപ്പോ ഞാൻ വല്ലാതെ വേദനിച്ചു ശ്യാമേ. പക്ഷേ തനിക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് തന്നോടുള്ള സ്നേഹവും ദൈവം തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവം പിന്നെ നമ്മളെ കൂട്ടിച്ചേർത്തു.
തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയില്ല. അത് വിവരിക്കാൻ എനിക്ക് വാക്കുകളുമില്ല. എടോ, താൻ എന്റെ എല്ലാമാ, എല്ലാം. സർ, നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. എന്താ ശ്യാമേ, എന്താ പറ്റിയത്? തനിക്ക് എന്നോടെന്തോ ഒരു അകൽച്ചയുള്ളതുപോലെ. എന്താണെങ്കിലും തുറന്നു പറയേ. സാറാണ് എനിക്കൊരു ജീവിതം തന്നത്. സാറല്ലാതെ ഞാനില്ല. സാറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സർ. എന്റെ സ്നേഹം ഞാൻ സാറിന് തിരിച്ചു തരും. സാർ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും. ശ്യാമേ, സർ, പോട്ടെ. നാരായണല്ലേ? അതെ. ഞാൻ ജഗന്നാഥ് സാർ പറഞ്ഞിട്ട് വന്നാ. ആ, എവിടെ പമ്പ് സെറ്റ് ഇരിക്കുന്നത്? ദാ അവിടെയാ. ആ ശരി, വാ. ഞാനും കൂടി വാ. ഈ മോട്ടർ ഓൺ ചെയ്യാൻ പറ്റുന്ന ആരായിരിക്കും? അകലായിരിക്കും. അവൻ വരണം. അവൻ വന്ന് ഈ വയറ് കയറി പിടിക്കും. അപ്പോൾ കറണ്ട് അടിച്ച് അവൻ കത്തി എരിഞ്ഞോളും. നമ്മുടെ പണി എളുപ്പമായി. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. വാ. ആ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ എന്നാ ശരി, പോട്ടെ. ശരി. ഹലോ മോനെ, ശ്യാമെ അറിയണ്ട. അച്ഛനാ വാസുദേവൻ. മോനെ, ഞാനിവിടെ താഴെ മുറ്റത്തുണ്ട്. മോൻ അത്യാവശ്യമായിട്ടൊന്ന് താഴോട്ട് വാ. ശരി. എന്താ സർ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛൻ എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്. താൻ കിടന്നു, ഞാൻ പോരാ. സർ, ഞാനും വരണോ? ഏയ് വേണ്ട, കിടന്നോ.
എന്താ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ മോനെ, സൂക്ഷിക്കണം. ചതിയും ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ എന്താ അച്ഛാ ഉണ്ടായത്? മോൻ വാ, കാണിച്ചു തരാം. വാ വാ വാ. ഇത് കണ്ടോ, ജഗന്നാഥൻ അയച്ചൊരു ഗുണ്ടേ ഈ വീടിനകത്ത് കയറി ഈ പമ്പിന്റെ വയർ കട്ട് ചെയ്തു. ഇത് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴേ മോനോ ശ്യാമ ഇറങ്ങി വരും. ഇത് ഓൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഷോക്കേറ്റ് മരിക്കും. ഞാൻ പറഞ്ഞതല്ലേ മോനെ, ആ ജഗന്നാഥൻ പകയുമായിട്ട് പകരം വിട്ടാൻ നടക്കുക. ജഗന്നാഥൻ എന്നേക്കുമായി കൈകാര്യം ചെയ്യേണ്ടി വരും. അവനെ സൂക്ഷിക്കണം മോനെ. ഈ വീട്ടിലെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. അല്ല, അച്ഛനിതെങ്ങനെ മനസ്സിലായി? എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മോനെ, ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നതല്ലേ. ഇപ്പോഴും സെക്യൂരിറ്റി തന്നെയാ. ഏജൻസി വിട്ടതുമല്ല, വർമ്മ സാർ പോസ്റ്റ് ചെയ്തതുമല്ല. എന്നാലും അച്ഛൻ ജഗന്നാഥൻ്റെ ഭീഷണിയുള്ളപ്പോൾ എനിക്ക് വീട്ടിൽ കിടന്ന് ഉറക്കം വരത്തില്ല മോനെ. ഞാനിവിടെ നിങ്ങൾക്ക് കാവലായിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് ചെയ്യും മോനെ? അത് ഞാൻ ശരിയായിക്കോളാം അച്ഛാ. സൂക്ഷിക്കണം മോനെ. അച്ഛൻ പേടിക്കണ്ട. അല്ല, എന്നാൽ അച്ഛൻ ഈ രാത്രിയില് മോനെ, ഈ വീട്ടിലെ ആര് വേണമെങ്കിലും അപകടത്തിൽപ്പെടാം. ജഗന്നാഥൻ എല്ലാവർക്കും ഭീഷണിയാ. അച്ഛാ, നമുക്ക് വരുന്ന ഏത് ഭീഷണിയും തകർക്കാൻ ശ്യാമയുടെ കൃഷ്ണനുണ്ട്. പിന്നെ ആ കൃഷ്ണ ഭഗവാനെ അഷ്ടപതി പാടി ഓർക്കുന്ന അച്ഛന്റെ പ്രാർത്ഥനയും കാവലും ഞങ്ങൾക്കില്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കുന്ന? അച്ഛതൊന്ന് പിടിച്ചേ. മോനെ, സൂക്ഷിച്ച. ശരിയായ ശരിയാ അച്ഛാ. ആ ഓ. ആനിക്കുട്ടി, അങ്ങനെ ഇനി മുതൽ അനിക്കുട്ടി എപ്പോഴും അച്ഛമ്മയുടെയും അപ്പൂപ്പന്റെയും ഒപ്പം. ഇനി ഇവിടത്തെ സ്കൂളിൽ തന്നെ പഠിക്കും. രാവിലെ ഇവിടെ നിന്ന് പോകുന്നു, ക്ലാസ് കഴിഞ്ഞ് തിരികെ ഇങ്ങോട്ട് തന്നെ വരുന്നു. ചോദിക്കട്ടെ അമൃതേ, ആദ്യം ഇവിടെ പോയി? ആദ്യേട്ടൻ അപ്പൊ തന്നെ ഓഫീസിൽ പോയി. ആ, അങ്ങനെ അച്ഛമ്മയുടെ മോളുടെ ബോർഡിംഗ് ലൈഫ് തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അനിരുദ്ധ ബോർഡിങ്ങിൽ തന്നെ അല്ലേ അച്ഛമ്മേ? ആ, അത് കഷ്ടമായി പോയി. അവനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. അവൻ ഒരു കൊല്ലം കൂടി ബോർഡിങ്ങിൽ തന്നെ നിൽക്കട്ടെ. നമ്മളെല്ലാ വീക്കെൻഡിലും അവനെ പോയി കാണുന്നുണ്ടല്ലോ. എന്തായാലും പഠിക്കാൻ രണ്ടുപേരും മിടുക്കരാണല്ലോ. പഠിക്കാൻ പിടിക്കുക ആൺകുട്ടി തന്നെയാ. അനിരുദ്ധിന് ഒരല്പം ഉഴപ്പുണ്ട്. അത് പിന്നെ ആൺകുട്ടിയല്ലേ, ഉഴപ്പില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. പഠിക്കാൻ അവൻ തീരെ മോശമൊന്നുമല്ല. പിന്നെ പഠിക്കുന്ന കാര്യത്തില് ആദ്യം അവന്റെ അനിയന്മാരും മോശമായിരുന്നു. എല്ലാരും ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു. മോളെ അനിക്കുട്ടി, മോളെ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ആണോ? ശ്യാമാന്റിയുടെ കൃഷ്ണന് സുഖാണോ? സുഖാണ്. കൃഷ്ണനെ കഴിഞ്ഞ ആഴ്ച ലേശം പനിയുണ്ടായിരുന്നു അല്ലേ അമ്മ? ഐശ്വര്യ, ഒന്ന് പോ ആന്റി, ദൈവങ്ങൾക്ക് പനി വരുവോ? അപ്പൊ അതൊക്കെ അറിയാം അല്ലേ? ശ്യാമാന്റി, എനിക്ക് ശ്യാമാന്റിയുടെ കൃഷ്ണനെ തൊഴണം. ആണോ? പിന്നെന്താ, എന്റെ മോക്ക് എപ്പോ വേണമെങ്കിലും തൊഴാലോ. എനിക്ക് സ്കൂളിൽ ഒരു നല്ല കൂട്ടുകാരിയെ കിട്ടാൻ
ശ്യാമാൻറ്റി കൂടെ കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അയ്യോ, ശ്യാമാൻറ്റിയുടെ പ്രാർത്ഥന ഭഗവാൻ കൃഷ്ണൻ കേൾക്കുന്ന എല്ലാവരും പറയുന്നേ. അശോ. ശ്യാമാൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? ഓ, ഞാൻ പ്രാർത്ഥിക്കാലോ. അങ്ങനെ മോക്ക് സ്കൂളില് നല്ലൊരു കൂട്ടുകാരിയെ കിട്ടുകയും ചെയ്യും. പോരെ? വാ. പതുക്കെ പതുക്കെ. മോളെ, തൊഴുത് പ്രാർത്ഥിക്ക് ദൈവത്തോട്, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറണമെന്ന്. അതിന് അനിക്കുട്ടിക്ക് ഇപ്പൊ സങ്കടങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് സങ്കടങ്ങളില്ലെങ്കിലും മറ്റുള്ളവർക്ക് വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം. ദുഃഖമുള്ളവരെ കാത്തോളേന്ന് ദൈവത്തോട് മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. മനമുരുകി പ്രാർത്ഥിക്കാനോ? അതെങ്ങനെ ആന്റി? എന്റെ പൊന്നു ചക്കരേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇവിടെ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചോ. അനുകുട്ടിക്ക് നല്ല ബുദ്ധി തരണേ, നല്ലപോലെ പഠിക്കാൻ കഴിയണേ, പിന്നെ അച്ഛനെ അമ്മയും ഒക്കെ അനുഗ്രഹിക്കണേന്ന്. പ്രാർത്ഥിച്ചാൽ ദൈവം പരീക്ഷയിൽ ജയിപ്പിക്കോ ആന്റി? അങ്ങനെയായിരുന്നെങ്കിൽ പഠിക്കണ്ടായിരുന്നല്ലോ. കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ശ്യാമേ. എന്റെ പൊന്നനുകുട്ടി, എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. തൽക്കാലം അത് മതി. ശ്യാമാൻറ്റിയുടെ മൊബൈല് റിങ് ചെയ്യുന്നു. അതിങ്ങെടുത്തോ. ആരാ ശ്യാമേ? അത് വീട്ടിൽ നിന്ന് അച്ഛനാ. ഹലോ. കാശെണ്ണി തന്നിട്ട് എനിക്ക് നിന്നെയൊക്കെ ഒളിച്ചും പാത്തും വിളിക്കേണ്ട ഗതികേടാണല്ലോ വന്നിരിക്കുന്നത്. മാഡം, മാഡം കാര്യം പറയോ? ഫോണിൽ പറയാൻ പറ്റില്ലേ, നേരിട്ട് സംസാരിക്കാനുള്ളത്. നീ ഒന്നുകിൽ ഇങ്ങോട്ട് വരണം. മാഡം, ഞാനിപ്പോ ഒഴിവ് കഴിവുകളൊന്നും പറയണ്ട. ഈ GS അരുന്ധതിയുടെ സ്വഭാവം മാറും. നീ ഉടനെ ഇവിടെ എത്തിയേ പറ്റൂ. മാഡം, ഫോണിലൂടെ പറഞ്ഞ പോരെ? അത് പോരെന്ന് പറഞ്ഞല്ലോ. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ ഈ നിമിഷം നിന്റെ വീട്ടിലേക്ക് പോയി ആ വാസുദേവന്റെ കുത്തിന് പിടിക്കണം? ഇനി ചെന്ന ഏത് പോലീസ് വന്നാലും കാശ് കിട്ടാതെ ഞാൻ പോരുകയില്ല. മാഡം, ഞാൻ ഉടനെ വരാം. വരണം. വെറുതെ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കരുത്, മനസ്സിലായോ? എന്താ ശ്യാമേ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല എടുത്തി. ശരി എന്നാ. റിസ്ക്കുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് എനിക്ക് വളരെ രസകരമായൊരു കാര്യമാണ്. മമ്മിക്ക് അതിലൊരു ടെൻഷനൊന്നുമില്ലേ? ഒരു ടെൻഷനുമില്ല. എനിക്കിതൊക്കെ ഒരു ഹരമാണ്. അതാണല്ലോ പിച്ചവട്ടും വെള്ളിയുമില്ലാതെ 2 വാക്ക് സംസാരിക്കാൻ അറിയാത്ത നിന്നെ ഒരു പ്രശസ്ത ഗായികയാക്കാനുള്ള എന്റെ ശ്രമം. നന്ദിയും സ്നേഹവുമില്ലാത്ത നെറുകേടും കുതികാലുവെട്ടും മാത്രമുള്ള ഈ ലോകത്ത് മറ്റുള്ളവരെ ചതിക്കാതെ ജീവിക്കുന്നതാണ് ആത്മവഞ്ചന. ഈ GS അരുന്ധതിയുടെ തത്വശാസ്ത്രം അതാ. മമ്മി, ദേ അവളിപ്പോ വരും. അവള് വരട്ടെ. അവളോടൊരു നയത്തിൽ നിൽക്കണം. അടവുകൾ 18 പയറ്റണം. ഒരു തന്ത്രം സ്വീകരിച്ചാൽ മതി.